നിന്നിലേക്ക്. രചന മിഴിമോഹന. അവതരണം മിത്രവിന്ദ. ഇക്ക, അപ്പോ അയാൾ തന്നെയാണോ സരയു ഇന്നലെ രാത്രി കണ്ടത്? സുധിയുടെ ചോദ്യത്തിനനുസരിച്ച് റഷീദിക്ക ഒരു ഞെട്ടലോട് തല ഉയർത്തി. സുധി, എന്റെ കൈയും കാലും വിറയ്ക്കും പോലെ. സുധിയുടെ തോളിലേക്ക് ഒരു ആശ്രയം എന്നോണം കൈ ചേർത്ത് പിടിച്ചു റഷീദ്. എന്തിനാ എന്തിനാ എന്റെ കുട്ടിയെ തേടി അയാൾ വീണ്ടും വന്നത്? കഴുകൻ കണ്ണുകളിൽ നിന്നെല്ലാം അവളെ രക്ഷിച്ചു കൊണ്ടുവന്നതല്ലേ? റഷീദിന്റെ നെഞ്ചിൻകൂട് ഉയർന്നു പൊങ്ങുമ്പോൾ സുധി ശ്വാസമൊന്ന് എടുത്തു വിട്ടു. ആ നിമിഷം റഷീദിന്റെ വലതുകരം അവന്റെ തോളിൽ വീണ്ടും മുറുകുന്നത് അവൻ അറിഞ്ഞു. മുഖവും വലിഞ്ഞു മുറുകുന്നതിനൊപ്പം അയാളുടെ ഇടതുകരം അരക്കെട്ടിലേക്ക് പോയി. കണ്ടോ കണ്ടോ, ഇത് വെറുതെയല്ല ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നത്. ഇനി ഒരുത്തൻ എന്റെ മോളുടെ ദേഹത്ത് തൊട്ടാൽ കുത്തി കുടലുമാല പുറത്തെടുക്കും ഞാൻ. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ആ പിച്ചാത്തിപ്പിടിയിൽ റഷീദിന്റെ കൈമുറുകുമ്പോൾ സുധി അതിൽ കയറി പിടിച്ചു കഴിഞ്ഞിരുന്നു. ഇക്ക, എന്തൊക്കെയായി പറയുന്നത്? ഇക്ക കണ്ടവന്മാരെയെല്ലാം കുത്തിമലത്തി ജയിലിൽ പോയാൽ ആ പിള്ളേർക്കാരുണ്ട്. നീയില്ലേ സുധി, അവരെ നീ നോക്കില്ലേ മോനെ? അയാളുടെ മുഖം അയഞ്ഞു വരുന്നതിനൊപ്പം കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ താഴേക്ക് വീണു. ഞാനോ? ശബ്ദം ഇടറുമ്പോൾ അവന്റെ നെഞ്ചിൽ ചേർത്ത കൈ പിൻവലിച്ചിരുന്നു അയാള്. എനിക്കറിയാം സുധിക്ക് അതിന് കഴിയില്ലെന്ന്. ഇക്ക വെറുതെ ഓരോ നാശിച്ചു മോഹിച്ചു. റഷീദൊക്കെ കണ്ണു തുടയ്ക്കുമ്പോൾ അയാൾ പറയുന്നതിനർത്ഥം മനസ്സിലാകാതെ സുധി ഒന്ന് കണ്ണു ചുറ്റിച്ചു. തമ്പി, അംബാനിയുടെ ശബ്ദം ദൂരെ നിന്നും കേട്ടതും സുധിയുടെയും റഷീദിന്റെയും കണ്ണുകൾ അവിടേക്ക് നീണ്ടുപോയി. കക്ഷത്തിൽ ഒരു ചെറിയ ചാക്ക് തിരികെ ചിരിച്ചുകൊണ്ട് വരുന്നവൻ. ഇക്ക, കണ്ണു തുടയ്ക്ക്, അയാൾ കാണണ്ട. സുധി മെല്ലെ പറഞ്ഞതും അംബാനി കാണാതെ മുഖം തുടച്ച് റഷീദിക്ക. കടശി പൊണ്ടാണ്ടിക്ക് വീണ്ടും ഗർഭായിരിക്ക്. അവൾക്ക് വന്ന് പനങ്കരിക്ക് തിന്നത് ആശേ. ആ ചാക്ക് കയ്യിൽ വെച്ച് അംബാനി നാണത്തോടെ പറയുമ്പോൾ റഷീദിന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. 13 നിർത്തുവോടാ, അതോ ഇപ്പിടി കണ്ടിന്യൂ പണ്ണുവോ? റഷീദിന്റെ ചോദ്യത്തിനനുസരിച്ച് വീണ്ടും അയാളിൽ നാണം വിടർന്നു. സുമ്മാ തമാശ സൊല്ലതേക്കാ, ഞാൻ ചെല്ലട്ടുമേ. അയാൾ തോട്ടത്തിലേക്ക് ഇറങ്ങി നടന്നതും സുധിയും അയാൾക്കൊപ്പം 2 ചുവട് വെച്ചുകൊണ്ട് റഷീദിനെ തിരിഞ്ഞു നോക്കി. ഇക്ക, ഇപ്പൊ വീട്ടിലോട്ട് ചെല്ല്. തൽക്കാലം സരയുവിനോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ അംബാനിയന്റെ കൂടെ തോട്ടമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് വരാം. സുധി പറയുന്നതിനനുസരിച്ച് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് തിരിഞ്ഞു പോകുന്ന റഷീദിനെ നോക്കി അവൻ ആ തോട്ടത്തിലേക്ക് ഇറങ്ങി. തമ്പി, இந்த സാക്കിലെ പനങ്കരിക്ക് കേരളാവിൽ പോകുമ്പോ അമ്മാക്ക് കൊടുത്തിട്. അംബാനിയണ്ണൻ തന്നതെന്ന് പറഞ്ഞിട്. റഷീദിന്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ തോളിക്കിടക്കുന്ന ചാക്ക് ഒന്നുകൂടി വലിച്ചു ചേർത്ത് അംബാനി. ആ നിമിഷം പനങ്കരിക്ക് തോണ്ടിക്കഴിക്കുന്ന സുധി ചിരിയോടെ മുഖമുയർത്തി അയാളെ നോക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ഭയത്തോടെ വരാന്തയിൽ ഉറച്ചു നിൽക്കുമ്പോൾ സുധിയുടെ കണ്ണുകളും സംശയത്തോടെ അവിടേക്ക് നീണ്ടു. ഇക്ക! സുധിയുടെ ശബ്ദം ഉയർന്നതിനൊപ്പം കയ്യിലിരുന്ന പനങ്കരിക്ക് താഴേക്ക് വീണു. ആ നിമിഷം സുധിയുടെ ശബ്ദത്തിനൊപ്പം വരാന്തയിൽ ചോരയിൽ കുളിച്ചിരിക്കുന്ന റഷീദ് തല ഉയർത്തി. ഇക്ക, എന്താ ദേഹം മുഴുവൻ ചോര? ഓടി വന്ന സുധീഷ് റഷീദക്കയുടെ ദേഹത്തുകൂടി പരിഭ്രമത്തോടെ വിരലോടിക്കുമ്പോൾ അയാൾ ഒരു ഞെട്ടലോടെ സമകാല ബോധം വീണ്ടെടുത്തുകൊണ്ട് സുധിയെ നോക്കി. ഭയത്തോടെ സുധിയുടെ കണ്ണുകൾ ഉയരുന്നതനുസരിച്ച് അയാളിൽ നിന്നും കൈ പിൻവലിച്ചവൻ. കോശി! റഷീദിന്റെ ശ്വാസം ഉയർന്നു പൊങ്ങുമ്പോൾ സുധിയുടെ തൊണ്ടക്കുഴിയിൽ ഉമിനീർ തങ്ങി. കണ്ണുകൾ അകത്തേക്ക് നീളുമ്പോൾ അംബാനിയുടെ കൈ അവന്റെ തോളിലേക്ക് പിടിച്ചു. തമ്പി! ആ നിമിഷം സുധിയിൽ നിന്നും നേർത്ത നിശ്വാസം പുറത്തേക്ക് വന്നതും സമനില വീണ്ടെടുത്തവൻ അകത്തേക്ക് ഓടി. വാതിലിൽ കൂടി ദേഹം ഇടിച്ച് അകത്തേക്ക് കയറുമ്പോൾ തന്നെ സുധി ശ്വാസം നിലച്ചതുപോലെ നിന്നു. തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കോശി കണ്ണുകൾ തുറച്ച് പുറത്തേക്ക് തള്ളിയത് കാണെ അയാളുടെ മരണം സുധി ഉറപ്പിച്ചു. അവൻ ഓടിക്കയറിയ അംബാനിയും ഞെട്ടലോടെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശരീരത്തിലേക്ക് കണ്ണു തറച്ചു നിൽക്കുമ്പോൾ സുധിയുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് പരതുകയായിരുന്നു. തൊട്ടിലിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന ആ കുഞ്ഞ്. ആ തൊട്ടിലിനോട് ചേർന്നുള്ള മൂലയിൽ
അഴിഞ്ഞൊളിഞ്ഞ സാരി കൂട്ടിപ്പിടിച്ച് അരണ്ടിരിക്കുന്ന സരയു. മുഖത്ത് നന്നായി അടി കിട്ടിയ പോലെ തിണർത്ത് പൊത്തിയ പാട്. ആ അടിയിൽ ചുണ്ടുപൊട്ടി താഴേക്കൊഴുകിയ രക്തക്കറ. സരയു. സുധിയുടെ ശബ്ദം പുറത്തേക്ക് വന്നതും നിറഞ്ഞു തുളുമ്പുന്ന പെണ്ണിന്റെ മിഴിനീർ പൊട്ടിയൊലിച്ച് താഴേക്ക് പെയ്തിറങ്ങി. പൊടുന്നനെ തന്നെ സുധി തൊട്ടിയിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് സരയുവിന്റെ കയ്യിൽ പിടിച്ചു പൊന്തിക്കാൻ ശ്രമിച്ചു. വാ, എഴുന്നേക്ക്, ഇവിടെ ഇനി ഇരിക്കണ്ട. അവന്റെ കൈത്തലം സരയുവിന്റെ കൈമുട്ടിന് മുകളിൽ മുറുകുമ്പോൾ താഴേക്ക് ബലം പിടിച്ചു പെണ്ണ്. എഴുന്നേക്കാനല്ലേ പറഞ്ഞത്? സുധിയുടെ ശബ്ദം അല്പം കനത്തതും തറയിൽ നിന്നും മെല്ലെ പൊന്തി വന്നവൾ തളർന്ന് താഴേക്ക് വീഴും എന്നൊരവസ്ഥ വന്നപ്പോഴും അവളിലെ പിടിവിടാതെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെയും തോളിൽ ചേർത്ത് പുറത്തെ വരാന്തയിലേക്ക് വന്നതും അവനെ പിടിവിട്ടവൾ താഴെ ഇരിക്കുന്ന റഷീദ്ക്കയുടെ നെഞ്ചിലേക്ക് ചേർന്നു. ഒന്ന് ആർത്തലിച്ച് കരയാൻ പോലും കഴിയാതെ അയാളുടെ നെഞ്ചിൽ വിങ്ങി പൊട്ടുന്നവളെ വലങ്കൈ കൊണ്ട് ചേർത്ത് പിടിച്ചയാൾ അവളുടെ നെറുകയിൽ മുഖം പൂഴ്ത്തി. എൻ്റെ മോൾക്ക് ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് എനിക്ക് പാലിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സുധി. സരീവിനെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് റഷീദ്ക്ക തല ഉയർത്തുമ്പോൾ കുഞ്ഞിനെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധിയും അമ്പാനിയും അയാളെ സംശയത്തോടെ നോക്കി. ആ നോട്ടത്തിനർത്ഥം മനസ്സിലായെന്നോണം ശ്വാസം എടുത്തു വിട്ട് റഷീദ്. നീ തോട്ടത്തിലേക്ക് പോയി കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എൻ്റെ മോളെ ആക്രമിക്കാൻ നിൽക്കുന്ന കോശിയാണ് ഞാൻ കാണുന്നത്. ആ നിമിഷം എൻ്റെ കണ്ണുകളെ, എൻ്റെ ഹൃദയത്തെ ഒരു പുക വന്നു മൂടി. ആ പുകമറയിൽ ഞാൻ കണ്ടത് എൻ്റെ ആമിനുമോളെയാ. പിന്നെ എന്താ നടന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. സ്ഥലകാല ബോധം വീഴുമ്പോൾ ഞാൻ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കോശി. എൻ്റെ ആമിനുമോളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, പക്ഷെ എൻ്റെ സരീവിനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ, ഇനിയും ആരും വരില്ല എൻ്റെ മോളെ ഒന്ന് തൊടാൻ പോലും. മനസ്സ് കൈവിട്ടു പോയവനെ പോലെ റഷീദ് സംസാരിക്കുമ്പോൾ വരാന്തയിൽ നിന്നും താഴെ ഇറങ്ങി വന്ന സുധി അയാളുടെ തോളിൽ പിടിച്ചു. ഇക്ക, സുധി, പോലീസ് ഞാൻ തന്നെ അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോൾ വരും. റഷീദ് മടിക്കുത്തിലിരുന്ന കുഞ്ഞു ഫോൺ കയ്യിലേക്കെടുത്തു. ചിരിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി. ദൂരെ നിവർന്നു നിൽക്കുന്ന ഒരു മൊബൈൽ ടവർ. പുതിയ ടവറൊക്കെ വന്നതുകൊണ്ട് ഗുണമുണ്ടല്ലേ? അയാൾ ചിരിച്ചുകൊണ്ട് ആ ഫോൺ സുധിക്ക് നേർക്ക് നീട്ടി. നീ ഇത് കൈവച്ചോ മോനെ, എൻ്റെ കോണ്ടാക്റ്റുകൾ മുഴുവൻ ഇതിലാണ്. റഷീദിക്ക പറയുമ്പോൾ സുധി ഈർഷ്യയോടെ തലയാട്ടി. ഇക്ക എന്ത് പണിയാ കാണിച്ചത്? എന്തിനാ പോലീസിനെ അറിയിക്കാൻ പോയത്? സുധിയുടെ ശബ്ദം ഇടറിയതും അമ്പാനി ഇടയിൽ കയറി. ആമാ അണ്ണ, യാരാലും தெரியாതെ അത് ഡെഡ് ബോഡി നമുക്ക് മറപ്പണിടാം. എങ്ക നിറയെ തോട്ടു ഇருக்கு. അമ്പാനി അടുത്തു വന്നതും റഷീദ് തലകുലുക്കി. ഇല്ല, വളർന്നു വരുന്നൊരു നേതാവാണവൻ. അവൻ്റെ തിരോധാനം അത് വലിയ ചർച്ചയാകും. പിന്നെ മനസ്സമാധാനത്തോടെ മുൻപോട്ട് ജീവിക്കാൻ കഴിയില്ല. പേടിച്ച് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നതിലും ഭേദം ഇത് തന്നെയാണെന്ന് തോന്നി. റഷീദക്ക ശ്വാസം എടുത്തു വിടുമ്പോഴും അയാളുടെ നെഞ്ചിൽ കിടന്ന് വിതുമ്പുകയാണ് സരയു. ഇക്ക, ഇക്ക ഈ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചോ? ഇനി മുൻപോട്ട് എന്ത് വിശ്വസിച്ച് ജീവിക്കും? അത് ആരോട് തണൽ ജീവിക്കും? കുഞ്ഞിനെയും കൊണ്ട് സുധി അല്പം മുൻപോട്ട് കയറി നിൽക്കുമ്പോൾ സരീവിൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അവൻ അടുത്തേക്ക് വന്നു റഷീദ്. സുധിയുടെ വലങ്കൈ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് ചെറുതായി ഒന്ന് വിതുമ്പി. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പൊന്നുപോലെ നോക്കില്ലേ എൻ്റെ മോളെ? ഞാൻ തിരിച്ചു വരും വരെ മതി. അത് കഴിഞ്ഞാൽ ആർക്കും ബാധ്യതയാവാതെ ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം. റഷീദിൻ്റെ വാക്കുകൾക്ക് മറുപടിയില്ലാതെ സുധി ശ്വാസം എടുത്തു വിടുമ്പോൾ അവൻ്റെ കണ്ണുകൾ സരീവിൽ വന്ന് നിന്നു. നിസ്സഹായതയോടെ, എന്നാൽ അതിലേറെ പ്രതീക്ഷയോടെ അവൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്ന പെണ്ണ്. അവളുടെ കണ്ണുകളും അറിയാതെ അവൻ്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് പോകുമ്പോൾ സുധിയുടെ വിരലുകൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ ദേഹത്തുകൂടി ഒന്നു പാഞ്ഞു. ഞാൻ ഞാൻ നോക്കിക്കോളാം. അയാളുടെയും കുഞ്ഞിൻ്റെയും കാര്യോർത്ത് ഇക്ക പേടിക്കണ്ട. പറഞ്ഞു തീരുന്നതിനൊപ്പം തന്നെ സുധിയിൽ നിന്നും ദീർഘമായ ഒരു നിശ്വാസം പുറത്തേക്ക് വരുമ്പോൾ റഷീദിക്ക നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി. തമിഴ്നാട് പോലീസിൻ്റെ നടപടികളെല്ലാം കഴിഞ്ഞ് ബോഡി ആംബുലൻസിൽ കയറ്റിവിടുമ്പോൾ തൊരപ്പൻ സുധിയുടെ കയ്യിൽ പിടിച്ചു. അണ്ണ, എന്താ ഇവിടെ സംഭവിച്ചത്? സമ്പർക്കം നടക്കുന്ന ഗ്രാമത്തിലെത്തിയപ്പോഴാ ഞാനിതറിയുന്നത്. ഇവരുടെ കൂടെ ഇവിടേക്ക് ഓടിപ്പിടിച്ചു വരുമ്പോഴും എന്താ ഇവിടെ നടന്നെന്നറിയാതെ ചങ്കുപിടയുമായിരുന്നു. തൊരപ്പൻ്റെ കണ്ണുകൾ
കുറച്ചു ദൂരെ തമിഴ്നാട് പോലീസിന്റെ അടുത്ത് കയ്യിൽ വിലങ്ങ് കെട്ടി നിൽക്കുന്ന റഷീദിലേക്ക് പോയി. കോശിയും മിക്കയും തമ്മിൽ നേരത്തെ തന്നെ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു മമ്മതേ. അതും സരീവിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. സുധിയിൽ നിന്നെല്ലാം ഒന്ന് ഓടിച്ചു കേൾക്കുമ്പോൾ തൊരപ്പന്റെ കണ്ണുകൾ അംബാനിയുടെ ആദ്യ ഭാര്യയുടെ തോളിൽ തല ചേർത്തിരുന്ന് തേങ്ങുന്ന പെണ്ണിലേക്ക് പോയി. അണ്ണ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. നേരത്തെ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനായിട്ട് കോശിയോട് അവരിവിടെ ഉണ്ടെന്ന് പറയുമായിരുന്നോ? ഇതിപ്പം ഞാൻ കാരണമല്ലേ എൻ്റെ ഇക്ക. തൊരപ്പന്റെ കണ്ണുകൾ കലങ്ങി മറിയുമ്പോൾ അവന്റെ തോളിലൂടെ കൈയിട്ട് സുധി. നീ കരയാതെ. ഒന്നും അറിഞ്ഞുകൊണ്ടല്ലല്ലോ. പോട്ടടാ. ഇനി നീ കരയുന്ന കണ്ടിട്ട് വേണം പാവം ഇക്കയുടെ മനസ്സ് വിഷമിക്കാൻ. ഇപ്പം തന്നെ എല്ലാം ഉള്ളിലൊതുക്കി ആ പാവം അങ്ങനെ നിൽക്കുന്നതാണ്. സുധിയുടെ കണ്ണുകൾ റഷീദിലേക്ക് നീണ്ടു. പോലീസുകാരുടെ ഓരോ ചോദ്യങ്ങളും നെഞ്ചു വിരിച്ചു തന്നെ നേരിടുന്ന റഷീദ്. കൂടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന അംബാനി. ഉപ്പയുടെ മോള് കരയരുത്. റഷീദക്കയുടെ വിലങ്ങിൽ കൈ ചേർത്ത് മുഖം കുനിച്ച് നിൽക്കുന്നവളെ കാണുകെ കണ്ണുനീർ മറയ്ക്കാൻ പാടുപെട്ട് റഷീദ്. സുധി, എൻ്റെ മോളോട് കരയരുതെന്ന് പറ. 2-3 വർഷത്തിനുള്ളിൽ ഉപ്പ ഇങ്ങി വരില്ലേ? അപ്പോഴേക്കും എൻ്റെ സായിക്കൂട്ടം വളർന്ന് വലിയ കുട്ടിയാവും. അയാളുടെ കണ്ണുകൾ സുധിയുടെ കൈകളിലിരുന്ന് മുൻപോട്ടായുന്ന കുഞ്ഞിലേക്ക് പോയി. നന്നായി നോക്കണേടാ എൻ്റെ പിള്ളേരെ. ആ മുറിയിലൊരു ട്രങ്ക് പെട്ടിയുണ്ട്. അതിൽ കുറച്ച് കാശും. ഒന്നിനും തികയില്ല. എന്നാലും എൻ്റെ മോള് നിനക്ക് ഒരു ബാധ്യതയാവാൻ പാടില്ല. ഇക്ക, എന്തൊക്കെയായി പറയുന്നത്? ആ നിമിഷം സുധിയുടെ ശബ്ദം ഒന്ന് ചിലമ്പിച്ചു. അയാളും കുഞ്ഞും എനിക്കൊരു ബാധ്യതയാവില്ല. ഇക്ക തിരിച്ചു വരും വരെ ഇക്കയുടെ മോള് എൻ്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കും. ഉള്ളിലെ വിഷമം ഒളിപ്പിച്ച് ചുണ്ടിൽ നേരിയ ചിരിയോടെ സുധി റഷീദിക്കെ യാത്രയാക്കുമ്പോൾ അവന്റെ നെഞ്ചിലൂടെ ഇനി കടന്നു പോകേണ്ട കനൽ വഴികളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അണ്ണാ, വീട്ടിൽ ഉമ്മച്ചി മുട കാണിക്കോ? അമ്മാനിയുടെ കടയിൽ നിന്നും സർബത്ത് നഖം കടിച്ചിരിക്കുന്ന സുധിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ തൊരപ്പിന്റെ കണ്ണിൽ സംശയം നിറഞ്ഞു. അമ്മ പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നില്ല. ഞാൻ പറയുന്നതിനപ്പുറം അമ്മയ്ക്ക് മറിച്ചൊരു തീരുമാനമില്ല. പിന്നെ ആരാണ് ആ പ്രശ്നം? തൊരപ്പൻ സർബത്ത് ചുണ്ടിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഞാൻ സരീവിനെയും കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് ചെന്നാൽ 1000 ചോദ്യങ്ങൾ 100 ഭാഗത്തു നിന്നുണ്ടാകും. എല്ലാവർക്കും മറുപടി കൊടുക്കാൻ തന്നെ പ്രയാസമാകും. സുധിയും സർബത്ത് ചുണ്ടോടടുപ്പിച്ചു. എനിക്ക് മനസ്സിലാവുന്നുണ്ടാ. ഉണ്ടണ്ണ, അണ്ണന്റെ ബുദ്ധിമുട്ട്. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതിന്. ഒന്നാമതേ, നാട്ടിലെ ഏതെങ്കിലും ഒരു നാറി ഭിത്തി തുറന്നാൽ ആദ്യം പോലീസ് തേടി വരുന്നത് എന്നെയാ. അതുമാത്രമല്ല, ഞാൻ താമസിക്കുന്നത് ചേരിയില്ല. അവിടെ അത്ര വെടിപ്പൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം പെങ്ങളെപ്പോലെ അതിനെ നോക്കിയേനെ. തൊരപ്പൻ്റെ കണ്ണ് നിറയുമ്പോൾ സുധി മെല്ലെ ചിരിച്ചു. ഏയ്, അതൊന്നും കുഴപ്പമില്ലടോ. സുധി അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ദൂരേക്ക് നോക്കി. തമ്പി, എന്നാ ഒരു കാര്യം ചൊല്ലട്ടുമാ. അമ്പാനി പുറത്തേക്ക് ഇറങ്ങി വന്നതും സുധിയും തൊരപ്പനും കൂടി തല ചെരിച്ചു നോക്കി. ഉങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ അന്ത പൊണ്ണിനെ തിരുമണം പണ്ണട്ടെ. അന്ത റഷീദിക്കായ്ക്കും സന്തോഷമാകും. അമ്പാനി വെളുക്കെ ചിരിച്ചത് സുധിയും തൊരപ്പനും ചാടി എഴുന്നേറ്റു. ദേ, അണ്ണാന്ന് വിളിച്ച വാവുകൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. സുധി മുണ്ട് മടക്കി കുത്തി. അച്ഛൻ ചാകാൻ നോക്കി ഇരിക്കുമായിരുന്നു കിളവ, കട്ടിൽ ഒഴിഞ്ഞു കിട്ടാന്. വയസ്സാങ്കാലത്ത് ഓരോ പൂതികൾ. തൊരപ്പൻ മുമ്പോട്ട് വന്നതും അമ്പാനി അല്പം പേടിയോടെ പുറകോട്ട് മാറി. ആ നിമിഷം സുധി തൊരപ്പനെ കടന്നു പിടിച്ചു. വേണ്ടടാ, വിട്ടേക്ക്. അയാൾക്ക് വിവരമില്ലാതെ പറയുന്നതല്ലേ. പിന്നെ റഷീദിക്കയ്ക്ക് വേണ്ടി ഇത്രയും സഹായം ചെയ്ത ഒരു മനുഷ്യനാകുമ്പോൾ നമ്മളായിട്ട് ദേഹത്ത് കൈവെക്കണ്ട. സുധി പറയുന്നതിനൊപ്പം തന്നെ അവനെ മുറുക്കിയ കൈ അയച്ചു. നീ വാ, ഇന്ന് തന്നെ നമുക്ക് സരയുനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകണം. സുധി മുൻപോട്ട് നടക്കുമ്പോൾ തൊരപ്പൻ പുറകിൽ തന്നെ നിന്നു. എങ്ങോട്ടാണ്? എൻ്റെ നാട്ടിലേക്ക്. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ മറുപടി കൊടുക്കുമ്പോൾ തൊരപ്പൻ മുമ്പിലേക്ക് കയറി നിന്നു. അണ്ണാ, ഞാൻ പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകും. സുധി ശ്വാസമൊന്ന് എടുത്തു വിട്ടു. അണ്ണ,
അമ്മ ചോദിക്കില്ലേ ആ പെങ്കൊച്ചാരാണെന്ന്? പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ ചിലപ്പോൾ അമ്മ സമ്മതിക്കാൻ സാധ്യത കുറവല്ലേ? അതിന് നമ്മൾ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുന്നില്ലല്ലോ. സുധി ചിരിച്ചതും തുരപ്പന്റെ കണ്ണു തള്ളി. നമ്മളോ? ആ, നീയും കൂടെ എൻ്റെ കൂടെ വരണം. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളാം. നീ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നാ മതി. നിനക്കറിയാവുന്ന കുട്ടിയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ 2-3 തവണ നിന്നെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഭാനുമതിയമ്മ കൂടുതലൊന്നും ചോദിക്കില്ല. അപ്പൊ ഞാൻ എന്താണ് പറയേണ്ടത്? തുരപ്പൻ വാപൊളിക്കുമ്പോൾ സുധി ചിരിയോടെ അവന് നേരെ തിരിഞ്ഞു. എടാ പൊട്ടാ, കഴിഞ്ഞ പ്രാവശ്യം നിന്നെ കണ്ടപ്പോ അമ്മ എന്താ പറഞ്ഞത്? സുധി പുരുകുയർത്തുമ്പോൾ തുരപ്പൻ ചുണ്ടൊന്ന് കടിച്ചു. ആ, അണ്ണന്റെ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക് വാടകയ്ക്ക് ആളെ കിട്ടുമെങ്കിൽ പറയണോന്ന്. പറഞ്ഞു തീർന്നതും തുരപ്പന്റെ കണ്ണുകൾ വികസിച്ചു. അണ്ണ, ചുണ്ടുകൾ വിടർന്നു. അത്രേ ഉള്ളൂ. സുധി കണ്ണു ചിമ്മി. അങ്ങനെയാണ് വാടക വീട്ടിലേക്ക് സുധിയുടെ കൈപിടിച്ച് സരയു വരുന്നത്. ഓർമ്മയുടെ കുത്തൊഴുക്കിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ സുധിയിൽ നിന്നും നേരിയ ശബ്ദം പുറത്തേക്ക് വന്നു. അതിനൊപ്പം പാറപ്പുറത്തു നിന്നും ദേഹം പൊന്തിക്കുന്നവന്റെ ചുണ്ടിൽ നേരിയ നാണം വിടർന്നു. അവന്റെ ഓർമ്മകളിൽ കൂടി റഷീദിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കടന്നു പോകുമ്പോൾ വീണ്ടും ആ ചുണ്ടുകൾ വിടർന്നു. സുധിയുടെ ചുണ്ടിൽ വീണ്ടും വിടർന്ന പുഞ്ചിരിയിൽ ആ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു. റഷീദിക്ക, നിങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ മാണിക്യത്തെ ഞാൻ സ്വന്താക്കാൻ പോവാ. ഇനി ആ കണ്ണ് നനയാതെ ഈ സുധി നോക്കിക്കൊള്ളാം. ഇനി ആ തുരപ്പനെ ഒന്ന് വിളിച്ചു പറയണം. നാളെ തന്നെ കോയമ്പത്തൂരിൽ അവനെയും കൊണ്ട് പോണം. ജയിലിൽ ചെന്ന് കണ്ട് അനുവാദം വാങ്ങണം. ഉപ്പാന്റെ മോളല്ലേ? സുധിയുടെ ചുണ്ടിൽ വിരിയുന്ന ചെറിയ കുസൃതിയിൽ അവന്റെ കൈ പോക്കറ്റിലേക്ക് നീണ്ടു. ഞാൻ ഫോൺ എടുത്തില്ലേ? തല വെട്ടിച്ചുകൊണ്ട് താഴേക്ക് വന്നു. അമ്മയോട് സംസാരിച്ച് ഫോണും എടുക്കാതെയാണോ സതീശേട്ടനെ കാണാൻ പോയത്? പതുക്കെ പറഞ്ഞവൻ ഒന്ന് നിവർന്ന് മുണ്ടു മടക്കി കുത്തി. ദേ അമ്പാടി, ഈ കണ്ണിമാങ്ങ അച്ചാറോടി ബാക്കി വെച്ചോ. ശാരദയിടത്തേക്ക് ഭയങ്കര ഇഷ്ടാ ഞാനിടുന്ന കണ്ണിമാങ്ങ. ഉമ്മ സാരിത്തലപ്പിൽ ഒരു കുപ്പി കണ്ണിമാങ്ങ തുടച്ചുകൊണ്ട് വരുമ്പോൾ പ്രസാദ് എളിയിൽ കൈകുത്തി യൂണിഫോമിൽ തന്നെ ദേഷ്യത്തോടെ അവളെ നോക്കി. എൻ്റെ ഉമ്മേ, ഇവനെ ഹോസ്റ്റലിൽ പഠിക്കാൻ വിടുവല്ല. ആ സേതുമാധവനെ പിടിച്ച് നാട് കടത്തുക. ഇവിടെ മനുഷ്യന് കൈയും കാലും വിറിച്ചിട്ട് നിൽക്കാൻ വയ്യ. അപ്പോഴാ അവളുടെ ഒരു കണ്ണിമാങ്ങാച്ചാറ്. ഞാൻ എവിടെയും പോകുന്നില്ലച്ചാ. ഉറുക്കപ്പിച്ചയിൽ ഉമ്മ കൊണ്ടുവന്നു ഉപ്പേരിപ്പാട്ടയിൽ നിന്നും ഒരുപിടി ഉപ്പേരി വായിലേക്കിട്ട് അമ്പാടി. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ആ ജോർജ് കോച്ച് സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും സംഭവത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞത്. പ്രസാദ് കൈവീശുമ്പോൾ അമ്പാടി തല പുറകോട്ട് വലിച്ചുകൊണ്ട് ചുണ്ടുകൂട്ടി. സാർ തന്നെയാ പറഞ്ഞത്, ഇവനെ എന്റെയോ നിന്റെയോ വീട്ടിൽ നിർത്തരുത്, മലപ്പുറത്ത് നമ്പീച്ച സാറിന്റെ വീട്ടിലേക്ക് വിടാൻ. അതാവുമ്പോൾ ഒരു ഫൈൻ കാണും. അമ്പാടിയുടെ തുണികൾ ബാഗിൽ തിരുകിക്കൊണ്ട് പ്രസാദ് പറയുമ്പോൾ മുഖം ഒന്ന് തിരിച്ചവൻ ചുണ്ടു വളച്ചു. എന്റെ ഭഗവാനെ, ആ വീരപ്പൻ നമ്പീശന്റെ മുമ്പിലേക്ക് ഇനിയും ചെല്ലണോ? അതിലും ഭേദം സേതുമാധവന്റെ കൈകൊണ്ട് തീരുന്നതാ. അമ്പാടി പല്ല് കടിക്കുമ്പോൾ പ്രസാദ് തലയൊന്ന് ചിരിച്ചു. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ്, ഞാനെന്തു പറയാൻ. നമ്പീശമ്മാവനാവുമ്പോ എന്നെ പൊന്നുപോലെ നോക്കൂലോ എന്ന് പറഞ്ഞതാ. ഇടയ്ക്കിടെ തുറച്ചു നോക്കാതിരുന്നാ മതി. അമ്പാടി ചുണ്ടു പൊളുത്തി. നിനക്ക് ഓർമ്മയുണ്ടോമേ, പാലക്കാട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നമ്മൾ താമസിക്കുമ്പോൾ കുഞ്ഞായിരുന്ന ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ശാരദയെടുത്തിയാ. മക്കളില്ലാത്ത വിഷമം ആ പാവം ഇവനെ കണ്ടാണ് തീർത്തത്. നമ്പീച്ച സാർ ഒരു പാവാ, മീശ ഉണ്ടെന്നേ ഉള്ളൂ. ആ നന്ദി വല്ലതും ഉണ്ടോ ഇവന്? പ്രസാദ് തലചിരിച്ച് നോക്കിക്കൊണ്ട് തുടർന്നു. പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ പുലിയാണ് സാറ്. സേതുമാധവന്റെ കയ്യിൽ കിട്ടാതെ ഇവനെ സുരക്ഷിതമായി നിൽക്കാൻ പറ്റിയൊരിടം അതുതന്നെയാ. ആ, എന്തായാലും അധികം ദിവസം വേണ്ടിവരില്ല. അവൻ അടിവാരം കയറിയതു മുതൽ പോലീസ് അവനു വേണ്ടി വല വിരിച്ചിട്ടുണ്ട്. പോലീസിന്റെ വലയിൽ അവൻ വീഴും മുൻപ് ആരും അവന്റെ മുൻപിൽ ചെന്ന് ചാടാതിരുന്നാ മതിയായിരുന്നു. കൃഷ്ണ. ഭയത്തോടെ പ്രസാദ് മുകളിലേക്ക് കൈയും മുഖവും ഉയർത്തുമ്പോൾ ഉമയും നേരിയ ഭയത്തോടെ അവനെ നോക്കി. ആ സേതുമാധവൻ അത്രയും ഭീകരനാണോ പ്രസാദേട്ടാ? ഉമയുടെ കണ്ണിൽ ഭയം നിറയുമ്പോൾ പ്രസാദ് ക്യാരി ബാഗ് ഒന്ന് തട്ടിക്കുടഞ്ഞുകൊണ്ട് അവളെ നോക്കി.
ഭീകരനാണോന്നോ? തെളിഞ്ഞ 3 കൊലപാതകങ്ങൾ, തെളിയാത്തത് അതിലും ഏറെ. പിന്നെ കൈവെട്ട്, കാൽവെട്ട്, അങ്ങനെ നിരവധി കേസുകളാണ് അവൻ്റെ തലയിൽ. എന്നിട്ടും അവനെ ഇങ്ങനെ തീറ്റിപ്പോറ്റാൻ നാണമില്ലേ നിങ്ങളുടെ പോലീസിന്? അല്പം ദേഷ്യത്തോടെ പറയുന്നതിനൊപ്പം ഉമയുടെ കണ്ണിൽ നിന്നും കണ്ണീർ താഴേക്ക് ചാടി. നീ പറയുന്നത് കേട്ടാത്തൊന്നും ഞങ്ങൾ പോലീസുകാരാണ് ഇവന്മാരെല്ലാം തീറ്റിപ്പോറ്റുന്നതെന്നാ. അതൊക്കെ സർക്കാർ നടപടിയാണുമേ. ഇവന്മാരെയൊക്കെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ചിടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കില്ല. അല്ലെങ്കിലും അച്ഛൻ എവിടെയാ ഉന്നമുള്ളത്? ആ മാവേലൊരു കല്ലെറിഞ്ഞാൽ അങ്ങ് അടിവാരത്തെത്തും കല്ല്. അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനായിരിക്കണം. ആ സേതുമാധവനെ പപ്പടം പൊടിക്കും പോലെ പൊടിച്ചേനെ. അമ്പാടി പല്ലിഞ്ഞിറക്കി ഉപ്പേരി മാത്രം മുറുക്കെ കൊട്ടിയടച്ചു. ആദ്യം എൻ്റെ മോൻ പപ്പടം പോലെ പൊടിയാതിരിക്കണമെങ്കിലേ ഇവിടുന്ന് പോകാൻ നോക്ക്. മനുഷ്യൻ ആദ്യ കയറിയിട്ട് വയ്യ. പ്രസാദ് കട്ടിലിൽ നിന്നും ഒരു ജോഡി തുണി ബാഗിലേക്ക് വെച്ചുകൊണ്ട് ആ ബാഗ് അടച്ചു. അച്ഛൻ പറയുന്നത് അനുസരിക്കണം മോനെ. തൽക്കാലം നീ ഇവിടുന്ന് പോ. ഉമ തോളിപ്പിടിക്കുമ്പോൾ മെല്ലെ തലകുലുക്കി അവൻ പ്രസാദിനെ നോക്കി. അച്ഛാ, അപ്പൊ കിച്ചേട്ടൻ്റെ സുധിയേട്ടൻ്റെ മാമൻ്റെ ഒക്കെ കാര്യം? അവരെയല്ലേ അയാൾ ആദ്യം തിരിഞ്ഞു വരുന്നത്? അമ്പാടി, ഞാൻ സതീഷിനെയാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്. അവരൊളിച്ചോടാൻ നിന്നാൽ സരയുടെ ഒറ്റയ്ക്കാകും, ലച്ചു ഒറ്റയ്ക്കാകും. അത് റിസ്ക്കാണ്. നീ കുഞ്ഞല്ലേ, നിന്നെ ഇതിലൊന്നും വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് സതീഷാ. അച്ഛാ, എന്നാലും അവർ 3 പേരും. അമ്പാടി പരിഭ്രമത്തോടെ കൈ ഉയർത്തിയതും പ്രസാദ് ബാഗ് തോളിലേക്കെടുത്ത് വെച്ചുകൊണ്ട് അവനെ നോക്കി. നിന്റെ സതീഷ് മാമൻ പറയുന്നത് ഉമയെ കൂടി തൽക്കാലം ചിത്രയുടെ അടുത്ത് നിർത്താനാണ്. ലച്ചുവും സരയും കൃഷ്ണകുമാറും സുധിയും ഉള്ളിടത്തോളം കാലം സേഫായിരിക്കും. ചിത്രയും പക്ഷെ ഞാൻ കൂടി ഡ്യൂട്ടിക്ക് പോയാൽ നിന്റെ അമ്മയോ? അതാ ഞാൻ പറഞ്ഞത് ഞാനിവിടെ നിൽക്കാന്ന്. അമ്പാടി അവൻ്റെ തോളിൽ കിടന്ന ബാഗ് മെല്ലെ താഴേക്കിറക്കി. നീ അവരെ പോലാണോടാ? നീ കുഞ്ഞല്ലേ. ഈ മീശയൊക്കെ ഒന്ന് കട്ടിവെക്കട്ടെ. എന്നിട്ട് പോയി സേതുമാധവന് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നു. ഇപ്പൊ പോയി നെഞ്ചുരിക്കാൻ നിന്നാലേ പിന്നെ ഞങ്ങളുടെ പൊന്നുവിന് താലി കെട്ടാൻ കഴുത്തിന് മുകളിൽ തല കാണില്ല. പ്രസാദ് ചിരിയോടെ പറയുമ്പോൾ ചെറുക്കൻ്റെ ചുണ്ടിലും കണ്ണിലും നാണം. പൊന്നുവോ? അയ്യേ, മാർക്കു, അത് മതി. ചെറുക്കൻ കാലുകൊണ്ട് ചെറുതായി തറയിലൊന്ന് പോറി. ആ, നിനക്ക് മാർക്കു, ഞങ്ങൾക്ക് അവള് പൊന്നു. അവളെ പൊന്നുപോലെ നോക്കേണ്ട നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ സതീഷ് മാമൻ സമ്മതിക്കുവോടാ? ഇതറിഞ്ഞപ്പോ തൊട്ടേ നിന്നെ ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞ് അയാൾ ധൃതി കൂട്ടുവാ. പ്രസാദ് ചിരിച്ചുകൊണ്ട് ബാഗുമെടുത്ത് തിരിഞ്ഞു. സതീഷേട്ടാ, അമ്പാടി എവിടേക്കാ മാറ്റുന്നത്? ചിത്ര സംശയത്തോടെ കയ്യിലൊരു ഗ്ലാസ് കട്ടൻ ചായയുമായി സതീഷിന്റെ അരികിലായി വന്നിരുന്നു. പ്രസാദിന്റെ കൂടെ പാലക്കാട്ടുണ്ടായിരുന്ന ASIയുടെ വീട്ടിലേക്കാ. പുള്ളിക്കാരൻ റിട്ടയർഡ് ആയതാണ്. എന്തായാലും അയാളെ ഒരു ഭയമുണ്ടവന്. അതുകൊണ്ട് ചാടി വരില്ലെന്നാ പ്രസാദ് പറയുന്നത്. സതീഷ് നെഞ്ചു തിരുമ്മിക്കൊണ്ട് കട്ടൻ ചായ അയാളുടെ കയ്യിലേക്ക് വാങ്ങി. പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ പ്രസാദേട്ടനും ഉമ്മയ്ക്കും മാത്രമല്ല നഷ്ടമാകുന്നത്, നമ്മുടെ മോൾക്ക് കൂടിയാ. കുറഞ്ഞ സമയം കൊണ്ടേ അവളുടെ മനസ്സിലവൻ കയറിക്കൂടിയിട്ടുണ്ട്. ചിത്രയുടെ കണ്ണുകൾ അല്പം തിളങ്ങി. അറിയാം, നമ്മളായിട്ട് തന്നെ അതിന് വഴിയൊരുക്കിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടുമല്ല. അവളുടെ പ്രായത്തിലെ കുട്ടികൾ ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ അവൾ അനുഭവിച്ച മാനസിക സംഘർഷം, അതിൻ്റെ ആഴം അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇന്ന് അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അതവൾക്ക് നൽകുന്നത് അവനാണ്. സതീഷ് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഫോൺ കയ്യിലേക്കെടുത്തു. സുധിയെ ഇതുവരെ കിട്ടിയില്ലേ സതീഷേട്ടാ? സതീഷ് ഫോണിൽ നോക്കുന്നതനുസരിച്ച് ചിത്രയുടെ കണ്ണിലും ആകാംക്ഷ നിറഞ്ഞു. ഇല്ലെന്നേ, ഈ ചെറുക്കനിത് എവിടെ പോയി കിടക്കുവാ? സുധീഷ് ചുണ്ട് കടിച്ചുകൊണ്ട് വീണ്ടും റിങ് ചെയ്ത് താഴേക്ക് വെച്ചു ഫോണ്. കിച്ചനെ വിളിച്ചു പറഞ്ഞാലോ? അവനും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതല്ലേ? ചിത്ര പറയുമ്പോൾ സതീഷ് തലയാട്ടി. ഏയ്, അത് വേണ്ട. പുതുമോടികളല്ലേ, അവരുടെ സ്വകാര്യതയ്ക്കൊരു ഭംഗം വരുത്തുന്നത് ശരിയല്ല. അവനോട് നാളെ പറയാം. പക്ഷേ ചെറുക്കൻ എന്താ ഫോൺ എടുക്കാത്തത്? സതീഷിന്റെ കണ്ണ് നാലുപാട് ഉരുണ്ട ശേഷം
എന്തോ ആലോചിച്ച പോലെ നിൽക്കുമ്പോൾ ചിത്ര സംശയത്തോടെ അവനെ നോക്കി. നീ ആ മുണ്ടിങ്ങെടുത്തേ, ഞാൻ സുധിയുടെ വീട്ടിൽ പോയി വരാം. ഈ രാത്രിയിലോ? അത് വേണ്ട സതീഷേട്ടാ, അയാളെങ്ങാനും വന്നാലോ? ചിത്ര കട്ടിലിൽ നിന്നും ഭയത്തോടെ എഴുന്നേറ്റു. നീ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് പോയി വരാം. അവനെ ഒന്ന് കണ്ടു കഴിഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. സതീഷ് മുണ്ട് പെട്ടെന്ന് മാറ്റിയെടുത്ത് ബൈക്കിന്റെ ചാവി കയ്യിലെടുത്തു. എന്തോ അരുതാത്തത് വരാൻ പോകുന്നത് പോലെ ചങ്ക് കിടന്നു പിടയ്ക്കുന്നു. ഒന്നാമത് അവൻ എന്തൊക്കെയോ കഷ്ടകാലം വരുന്നുണ്ടെന്നാ ആ കാരണവർ പറഞ്ഞത്. പറഞ്ഞുകൊണ്ട് സതീഷ് ബൈക്കിൽ കയറുമ്പോൾ ചിത്ര ചിരിയോടെ അവന്റെ തോളി പിടിച്ചു. ആ കാര്യത്തിൽ എനിക്കിനി ആ പേടിയില്ല സതീഷേട്ടാ. എന്തേ? സതീഷ് സംശയത്തോടെ പുരുകുയർത്തുമ്പോൾ ചിത്രയിൽ വീണ്ടും ഒരു ചിരി വിടർന്നു. ആ കാരണവരൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അവന് വന്നു കയറുന്ന പെണ്ണാണ് അവന്റെ ആയുസ്സിന് ബലമെന്ന്. കണ്ണിന് മുൻപിൽ മൗനം വാചാലമാക്കുന്നവളാണ് സരയു. ആ മൗനം കണ്ടില്ലെന്ന് നടിക്കാൻ കണ്ണിന് കഴിയില്ല. അവൻ ചാർത്തിയ സിന്ദൂരം അവളുടെ നെറ്റിയിൽ നിന്നും മായ്ക്കില്ല കണ്ണ്. ചിത്ര ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് പറയുമ്പോൾ സതീഷിന്റെ ചുണ്ടിലും നേരിയ ചിരി വിടർന്നു. നീ പോയി കിടന്നോ, ഞാൻ പെട്ടെന്ന് വരാം. പറഞ്ഞുകൊണ്ട് വണ്ടി മുൻപോട്ടെടുത്ത് അവൻ പോകുമ്പോൾ ചിത്ര ശ്വാസം ഒന്ന് എടുത്തു വിട്ടുകൊണ്ട് അവൻ പോകുന്നത് നോക്കി നിന്നു. അമ്പാടി, കുരുത്തക്കേടൊന്നും ഒപ്പിക്കല്ലേ മോനെ. ശാരദയിടത്തേക്ക് ഒരു ബുദ്ധിമുട്ടും നിന്നെ കൊണ്ടുണ്ടാകാതെ നോക്കണേ. പ്രസാദിന്റെ പോലീസ് ജീപ്പിൽ ഇരിക്കുന്നവനെ ഒരിക്കൽ കൂടി ശാസനയോടെ ഉമ ഓർമ്മപ്പെടുത്തുമ്പോൾ ചെറുതായി തലയിളക്കി അവൻ. നീ പറഞ്ഞില്ലെങ്കിലും അവൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോളും. ആ നമ്പീശ സാർ നാളെ തന്നെ ഇവനെ അവിടുന്ന് പായ്ക്ക് ചെയ്യാതിരുന്നാ മതി. പറയുന്നതിനൊപ്പം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി പ്രസാദ്. നീ കഥ കടച്ച് കയറിയിരുന്നു ഉമേ. ഞാൻ തിരിച്ചു വരും വരെ പുറത്ത് സൈമൺ കാണും. പ്രസാദ് പുറത്തു നിൽക്കുന്ന മറ്റൊരു പോലീസുകാരനെ നോക്കുമ്പോൾ അയാൾ മുൻപോട്ട് വന്നു. താൻ പേടിക്കണ്ടോ പ്രസാദേ, വർഷം കുറയായില്ലേ ഈ കുപ്പായിട്ടോണ്ട് ഈ നാട്ടിൽ ജോലി ചെയ്യുന്നു. ആ സേതുമാധവൻ ലോറിയും കൊണ്ട് വരുമ്പോഴൊക്കെ ആ കുന്നിന്റെ മുകളിൽ കയറി അലമ്പിയിട്ട് രാവിലെയാ കൂപ്പി പോകാറുള്ളൂ. ജയിലിൽ നിന്ന് വന്നാലും ആ പതിവും മുടക്കില്ല. അതുകൊണ്ട് ജോർജ് ഗോയ് സാറും ടീമും ആ കുന്നിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്റെ കണ്ണാ, ആ ദുഷ്ടനെ പിടിച്ചാ മതിയായിരുന്നു. സൈമൺ പറഞ്ഞു തീരും മുൻപേ ഉമ നെഞ്ചിലേക്ക് കൈ ചേർത്തു. താൻ തൽക്കാലം കൊച്ചനെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് വാ. വെളുപ്പിനെ 5:30-ക്കുള്ള ട്രെയിനിനാ കോശി സാറ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സൈമൺ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പ്രസാദിനെ നോക്കി. സമയം ഇപ്പം തന്നെ വൈകി. പ്രസാദ് ഒരു മൂളലോടെ ജീപ്പ് സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയുകയും പോക്കറ്റിൽ കിടക്കുന്ന ഒഫീഷ്യൽ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചാണ്. ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാതെ ഫോൺ കയ്യിലേക്ക് എടുക്കുമ്പോൾ അവന്റെ കണ്ണുകൾ സൈമണിലേക്ക് പോയി. കോശി സാറാണല്ലോ. പ്രസാദ് പറയുമ്പോൾ സൈമൺ പുരുക്കമുയർത്തി. താൻ എടുക്കടോ, ഇനി അവനെ കിട്ടിയെന്ന് പറയാനായിരിക്കും. സൈമൺ പറഞ്ഞു തീർന്നതും അമ്പാടി തോളിലെ ബാഗ് എടുത്ത് ജീപ്പിൽ നിന്നും പുറത്തേക്ക് ചാടി. എന്റെ ഭഗവാനെ, ആ കാലനെ കിട്ടിക്കാണണേ. എനിക്ക് വീരപ്പൻ നമ്പീശന്റെ അടുത്ത് പോകണ്ട. ചുണ്ടു കൊളുത്തി ചെറുക്കൻ ആകാംക്ഷയോടെ പ്രസാദിനെ നോക്കുമ്പോൾ അയാൾ ഫോൺ ചെവിയിലേക്ക് വെച്ചു കഴിഞ്ഞു. സാർ. മറുപുറത്തുനിന്നും കേൾക്കുന്ന ശബ്ദത്തിനൊപ്പം പ്രസാദിന്റെ ശബ്ദം ഇടറി. ശ്വാസം ഒന്ന് ഉയർന്നു പൊങ്ങുമ്പോൾ അമ്പാടി ബാഗ് താഴേക്കിട്ടു. സേതുമാധവനെ പിടിച്ചേ. ആവേശത്തിൽ അവന്റെ ശബ്ദം ഉയരുമ്പോൾ സൈമൺ പ്രസാദിന്റെ തോളി പിടിച്ചു. ആണോടോ, അവനെ കിട്ടിയോ? പ്രസാദ് ചെറുതായി മൂളുന്നതിന് ഒപ്പം കണ്ണൊന്ന് വെട്ടിച്ചു. നമ്മളോട് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു. പ്രസാദ് ശ്വാസമൊന്ന് എടുത്തുവിടുമ്പോൾ അമ്പാടി 2 കൈമുഷ്ടിയും ചുരുട്ടി ഉറക്കെ കൂവി. അവന്റെ ശബ്ദമുയരുമ്പോൾ പ്രസാദിന്റെ കണ്ണുകൾ അവനെ ചെന്ന് നിന്നു. അടിവാരത്തു നിന്നും സേതുമാധവന്റെ ബോഡി കിട്ടി. പറയുന്നതിനൊപ്പം പ്രസാദിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കൂടെ കൂടെ സുധിയുടെ ബോഡിയും. പറയുന്നതിനൊപ്പം തന്നെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ വണ്ടി മുൻപോട്ടെടുക്കുമ്പോൾ അമ്പാടിയുടെ കണ്ണുകൾ നിശ്ചലമായി. കൈകളിലെ ചലനം നിലച്ചു. സുധിയുടെ ബോഡി. മുൻപോട്ട് പോകുന്ന ജീപ്പിന്റെ എരപ്പിനൊപ്പം അവന്റെ ഉള്ളിലേക്ക് പ്രസാദിന്റെ വാക്കുകൾ കടന്നു വരുമ്പോൾ ശ്വാസം എടുത്തുവിട്ടവൻ ഉമയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അമ്മേ,
അച്ഛൻ അച്ഛൻ എന്താ അമ്മേ പറഞ്ഞത്? സുധിയേട്ടൻ ഇല്ലമ്മേ, അത് കള്ളമാ. സുധിയേട്ടൻ അങ്ങനെ പോകാൻ കഴിയില്ല. സരയു ചേച്ചിയെ തനിച്ചാക്കി സുധിയേട്ടൻ പോകില്ലമ്മേ. പറയുന്നതിനൊപ്പം ഉറക്കെ കരഞ്ഞവൻ മുട്ടുകാലിൽ നിലത്തേക്കിരിക്കുമ്പോൾ അവനൊപ്പം ഇരുന്നുമ്മ.